പേടിച്ചപ്പോ വണ്ടി തിരിച്ചു കൊടുത്തോ? അതല്ലേ പ്രതീക്ഷ ഈ പറഞ്ഞത്. നീ എങ്ങനെ വന്ന? ട്രെയിനില്ല, പിന്നെ ബസ്സില്ല, പിന്നെ എങ്ങനെയാണ് പോലെ പറഞ്ഞ വന്ന്? ശിവമ്പായി അച്ഛന്റെ വണ്ടിയല്ലേ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. കൊച്ചച്ഛന്റെ വണ്ടി ഉണ്ടല്ല, ഇനിയും കിടക്കല്ല കുടുംബക്കാര്, ചിറ്റപ്പന്മാര്, ഇളയപ്പന്മാര്, അരൂരിലെ അമ്മയുടെ മക്കള് എക്സെട്രാ. ഇയാളിന് എന്തൊക്കെയാണോ വിളിച്ചു പോകാൻ പോണേ? അരിഞ്ഞാണക്കാരി ആ 3.5 പവന്റെ അറിഞ്ഞാണ് കൊടുത്തേ അമ്മയുടെ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു ഇഷ്ടാ. സ്വർണത്തിന്റെ കാര്യം വരുമ്പോണ്ടില്ല, അമ്മയില്ല പെങ്ങളും ഇല്ല. ഭാഗ്യം കല്യാണം കഴിക്കാണ്ടിരുന്നു. ഇവന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. ഇതുപോലെയുള്ള 1000 ദയാനന്ദന്മാർ ഇനിയും ഈ മണ്ണിൽ പിറവിയെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വാതിലിന്റെ അടുത്തുണ്ടാവും, എന്തെങ്കിലും പ്രശ്നമുണ്ട് ഓടാൻ എളുപ്പമല്ലോ. ബഹുമാനിയായ ശ്രീ വിജയലക്ഷ്മി ടീച്ചറുടെ സ്നേഹങ്ങളുടെ വാക്കുകൾക്ക് നന്ദി. നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ ദയാനന്ദൻ അവരുടെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കിടാനായി സാദരം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട സ്ഥലം MLA ശ്രീമതി വിജയലക്ഷ്മി ടീച്ചർ അവർകൾ, XMLA വാസുദേവൻ അവർകൾ, വടക്കാഞ്ചേരി SI ശ്രീ ബിനോയ് മാത്യു, രാഷ്ട്രീയ ബോധനവേദി സെക്രട്ടറി ശ്രീ ദീനബന്ധു, തൃശൂർ രൂപത അസിസ്റ്റന്റ് ബിഷപ്പ് ഫാദർ ഡൊമിനിക് ചാണക്യൻ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. ശരിക്കും ഞാനിപ്പോൾ എന്താ പറയുക? നിങ്ങൾ തന്ന ഈ സ്നേഹത്തിനും ആദരവിനും മുന്നിൽ സത്യത്തിൽ ഞാൻ ഞെട്ടിയിരിക്കുക. വലിയ വലിയ ആൾക്കാരുള്ള ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുക, 2 വാക്ക് സംസാരിക്കാൻ പറ്റുക, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ശരിക്കും കുട്ടിക്കാലം മുതൽക്ക് ജനങ്ങളെ സഹായിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യുക എന്നത് എനിക്കൊരു ഹരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നീണ്ട 12 വർഷം ബാറിലെ സപ്ലയറായിട്ട് ഞാൻ ജോലി ചെയ്തത്. പക്ഷെ എനിക്കറിയായിരുന്നു എൻ്റെ വഴി ഇതല്ല. എന്നിട്ടും നീണ്ട 12 വർഷം ഞാൻ ബാർ ജീവനക്കാരനായിട്ട് എൻ്റെ ജീവിതം ജീവിച്ചു തീർത്തു. പഞ്ചനക്ഷത്രങ്ങൾക്ക് കീഴെയുള്ള എല്ലാ നക്ഷത്രങ്ങളും കത്തിക്കരിഞ്ഞ ഉൽക്കകളാണെന്ന് കഴിഞ്ഞ സർക്കാർ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പണി പോയി. ആ കരിഞ്ഞ ഉൽക്കകൾ വീണ്ടും നക്ഷത്രങ്ങളാകുമെന്ന് പ്രതീക്ഷിച്ച് ഞാനിത് തുടങ്ങി. അങ്ങനെ സേവനം കൂടുതൽ വീട്ടിൽ മാത്രമായി. വീട്ടിലെ സേവനമൊക്കെ അറിയാലോ. സത്യത്തിൽ എന്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും കാരണം എന്റെ ഭാര്യ. വേറെ എന്തെങ്കിലും ജോലി തേടി പോകാൻ പോകുമ്പോഴൊക്കെ അവൾ എന്നെ തടഞ്ഞെന്ന് പറയും. കഷ്ടപ്പെട്ട് എന്തിനാ വെറുതെ അലേനെ, നിങ്ങളുടെ യോഗം മറ്റെന്തുവാണ് അല്ലേ? സത്യത്തിൽ എല്ലാം സഹിക്കുന്ന ഒരു പാവാണ്. നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഇന്നേ വരെ അവൾ എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഒരു ദിവസം എനിക്കൊരു 25,000 രൂപയുടെ അത്യാവശ്യമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോ പണയം വെച്ച സ്വർണം മറിച്ചു വിൽക്കാൻ എന്റെ ഭാര്യ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. സത്യം. ഒടുവിൽ എനിക്കതിന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ അത് വിറ്റ് കിട്ടിയ കാശുമായിട്ട് വരുമ്പോഴാണ് ബൈക്കിലെത്തി 2 പേർ വന്ന് അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയത്. ഇതൊക്കെ കണ്ടു നിന്നവർ കാണാത്ത പോലെ അവരുടെ പാട്ട്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ നാടെന്താ ഇങ്ങനെ? കാണുന്നത് മുഴുവൻ കളവും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ജനങ്ങൾ. മനസ്സ് വേദനിച്ചു. ശരിക്കും കാശ് പോയതിലല്ല കേട്ടോ, ഈ ലോകത്തിന്റെ അവസ്ഥ കണ്ടിട്ട്. അങ്ങനെ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു പേഴ്സ് പോയ കാര്യം പരാതിപ്പെടാൻ. അവിടെ ചെന്നപ്പോഴല്ലേ സത്യത്തിൽ തമാശ. 100 കണക്കിന് കേസാ അവിടെ.
തല്ല് കേസ്, കളവ് കേസ്, പെണ്ണ് കേസ്, കുത്ത് കേസ്, കിളിപ്പ് കേസ് എന്ന് വേണ്ട ലോകത്തിലെ എല്ലാ കേസുകളും വളരെ ആത്മസമീപനം പാലിച്ചാണ് ഈ നാട്ടിലെ പോലീസുകാർ ക്രമസമാധാനം നിലനിർത്തുന്നതെന്ന് അന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. എൻ്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടപ്പാകാനായി ഞാൻ നേരെ ആലപ്പുഴയ്ക്ക് വണ്ടി കയറി. തിരിച്ച് തൃശ്ശൂർ വന്നപ്പോഴാണ് അറിയുന്നത് അന്ന് ഹർത്താലാണ്. എന്ത് ചെയ്യും? ബസ്സില്ല, ഓട്ടോയില്ല, സഹായിക്കാൻ ഒരു ബൈക്കുകാരൻ പോലും ഇല്ല. എല്ലാം നിൽച്ചു. നടത്തം തന്നെ നടന്നു. അങ്ങനെ ഞാൻ നടന്ന് ആശ്രയ ജുവലറിയുടെ മുന്നിലെത്തി. ക്ഷീണം മാറാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ ആ കടയുടെ അവിടെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോ അകത്തുനിന്നൊരു അനക്കം കിട്ടി. തിരിഞ്ഞു നോക്കിയപ്പോ ദേ കിടക്കുന്നു പൂട്ടെല്ലാം പൊളിച്ചിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അകത്ത് കള്ളന്മാരുണ്ടെന്ന്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് ദൈവദൂതന്മാരെ പോലെ 2 പോലീസുകാര് എന്റെ കണ്ണുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ അവരോട് കാര്യം പറഞ്ഞു. കള്ളന്മാരെ പിടിക്കാൻ ഞാനും അവരോട് പോകും. പക്ഷെ കള്ളന്മാര് ഞങ്ങളെയും വെട്ടിച്ചിട്ട് കടന്നു കളഞ്ഞു. എന്നാലും ഒരു 1.5 ഐഡിയ ഉള്ളവരാ പോലീസ്. സത്യത്തിൽ ഈ വേദിയിൽ വെച്ച് അവരെയും ആദരിക്കേണ്ടതാണ്. സർ, ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന സാർ. എന്റെ ഒരു അപേക്ഷയാണ്, പ്ലീസ്. നിൽക്കുന്ന പോലീസ് സാർ, നമസ്കാരം. പിന്നെ എനിക്ക് തോന്നുന്നത് മോഷണം തടസ്സപ്പെടാനുള്ള പ്രധാന കാരണം ഇട്ടൂപ്പേട്ടന്റെ സത്യസന്ധതയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നാട് മുഴുവൻ കള്ളസ്വർണം കച്ചവടം ചെയ്യുമ്പോൾ കണക്കിൽപ്പെടാത്ത ഒരു തരി സ്വർണം പോലും ആശ്രയ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഇട്ടൂപ്പേട്ടന്റെ കച്ചവടത്തിന്റെ 916 പരിശുദ്ധം കർത്താവ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കർത്താവ് അവർക്ക് ശൂന്യമായ ലോക്കർ കാണിച്ചു കൊടുത്തത്. അതെ, കേക്കണുണ്ട് ഇനിയിപ്പോ കേട്ടിട്ടെന്താ കാര്യം? ഒരു കാര്യമില്ല. കർത്താവിനും 1000 നന്ദി. സത്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താ? എന്തുകൊണ്ടാണ് ആ രാത്രി ഞാൻ വീട്ടിലേക്ക് നടന്നു പോയത്? എന്തുകൊണ്ടാണ് ആ രാത്രി റോഡുകൾ വിജനമായത്? എന്തുകൊണ്ടാണ് കള്ളന്മാർ ആ രാത്രി തന്നെ മോഷ്ടിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്? ഹർത്താലായതുകൊണ്ട്, നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകം നടന്നതുകൊണ്ട്. അവസാനിപ്പിക്കണം സാറേ ഈ നാട്ടിലെ അക്രമ രാഷ്ട്രീയം. പച്ച മനുഷ്യരെ പട്ടാപ്പകൽ നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്ന ഈ കാലം എന്തിന്റെ പേരിലായാലും അവസാനിപ്പിക്കണം സാർ. ഈ ഭൂമിയിൽ പിറവിയെടുക്കുന്ന ഓരോ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും. എല്ലാ നാൽക്കാലികളും ഭൂമിയുടെ അവകാശികളാണെന്ന് മുറവിളി കൂട്ടുന്ന നമ്മൾ തന്നെ എന്തുകൊണ്ട് മനുഷ്യജീവന് വില കൊടുക്കുന്നില്ല? ഇവിടെ തീരണം ഈ നാട്ടിലെ അക്രമ രാഷ്ട്രീയം. സർ, ഈ വേദിയിൽ വെച്ച് പരസ്പരം കൈകൊടുത്തുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ഇനി ഒരു തുള്ളി രക്തവും രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ മണ്ണിൽ വീഴില്ലായി. അങ്ങനെ ഒടുവിൽ ഞാൻ എൻ്റെ വഴി കണ്ടെത്തി. ഞാൻ നേടിയത് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. പക്ഷേ എൻ്റെ നേട്ടം വളരെ ചെറുതാണ്. ഈ വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികൾ എന്നെക്കാൾ എത്രയോ അധികം നേടിയവരാണ്. എന്നെക്കാൾ 1000 മടങ്ങ് ജനങ്ങളെ സേവിച്ചവരുമാണ്. നമുക്ക് പിന്തുടരാനുള്ളത് ഇവരൊക്കെ കാണിച്ചു തരുന്ന മാർഗങ്ങളിലൂടെയാണ്. പരമാവധി സേവിക്കുക, അതിലൂടെ പരമാവധി നേടുക. അതായിരിക്കട്ടെ നമ്മുടെ ആപ്തവാക്യം. ഇയാളെ വെച്ച് നമുക്കൊരു കളിയാ കളിച്ചാലോ? ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ സംസാരിക്കുന്നതിന് വേണ്ടി ഫാദർ ഡൊമിനിക് ചാണകിനെ സാധനം.